ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് കേറി വരുവാണല്ലോ. വെറുതെ തുടങ്ങും ഇവിടെ. കല്യാണം പറയാൻ വന്നതായിരിക്കും. നീ ഒരിത്തിരി ചൂടുവെള്ളം ഞെടുക്ക്. ചിറ്റപ്പ, എനിക്ക് ഈ കാര്യത്തിലൊന്നും ഇൻവോൾവ്മെന്റും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. പപ്പയും മമ്മിയും അവരുടെ വേർഷൻ പറയുന്നു, ചിറ്റപ്പന്റെ വേർഷൻ കേൾക്കുമ്പോൾ അതും ജനുവിനാ. വാട്ട് എവർ മേ ബി, ചിറ്റപ്പൻ ഇവിടെ ഇങ്ങനെ ഒരു റെഫ്യൂജിയായി താമസിക്കേണ്ട ആവശ്യമില്ല. എനിക്കും കുടുംബത്തിനും ജീവിക്കാൻ കാരണവന്മാര് പണിതൊരു വീടുണ്ട്. ആ കിടപ്പാടാ കള്ള വിൽപ്പത്രം ഉണ്ടാക്കി നിന്റെ പപ്പ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്. എന്ത് ന്യായമാ അവരുടെ വേർഷനിലുള്ളത്? മോള് പറ. പിടിച്ചടക്കാൻ വേണ്ടിയിട്ടല്ല മോളെ, ഗതി കെട്ടിട്ടാ ഞാൻ കേസ് കൊടുത്തത്. അതാ ഇപ്പൊ ഏറ്റവും വലിയ തെറ്റായത്. ലീവ് ഇറ്റ് ചിറ്റപ്പ, ഞാനിപ്പോ ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. ചിറ്റപ്പനുള്ളതാണെങ്കിൽ ചിറ്റപ്പനെടുത്തോ. എനിക്ക് വീടും വേണ്ട, പപ്പയുടെ മമ്മയുടെ ബാങ്ക് ബാലൻസും വേണ്ട. പിന്നെ ഒരു കാര്യം, ചിറ്റപ്പനൊരു വാടക വീട് പോലും കിട്ടാതെ ഇങ്ങനെ അന്യവരെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടി വന്നതിന് പപ്പയും മമ്മയും അല്ല ഉത്തരവാദി. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആൻസി കുഞ്ഞമ്മയ്ക്കാണ്. അതിൽ അവരെ വിട്ടേക്ക്. മോളെ, നിനക്ക് അറിയില്ല ഒന്നും അറിഞ്ഞുകൂടാ. ആൻസി കുഞ്ഞമ്മ നിരപരാധിയാ. മോളത് വിശ്വസിക്കണം. അല്ലേലും എനിക്കതൊന്നും ഒരു ഇഷ്യൂ അല്ല ചിറ്റപ്പ. കുഞ്ഞമ്മയോട് എനിക്ക് ഒരു കാര്യത്തിലെ വിഷമമുള്ളൂ. ഋഷി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ചൈൽഡ്ഹുഡ് മുതൽ എനിക്കറിയാം. എൻ്റെ വുഡ് ആണ്. അവനെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഇക്കാര്യത്തിൽ ഞാൻ എന്തു പറയാനാ? മനസ്സിന്റെ ചർച്ചയാ മാരീഡ് ലൈഫിൽ ഏറ്റവും പ്രധാനം. ക്യാരക്ടറിനേക്കാളും ഇമ്പോർട്ടന്റ്. നാളെ നിങ്ങളുടെ വിവാഹമല്ലേ? ചിറ്റപ്പ, ഞാൻ ആരോടും പറയാതെ വന്നത് ചിറ്റപ്പന്റെ ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ എൻ്റെ മാരേജ് ലൈഫ് കംപ്ലീറ്റ് ആവില്ല എന്ന് ഫീൽ ചെയ്തിട്ടാ. പ്ലീസ് ചിറ്റപ്പ, ചിറ്റപ്പൻ എന്നെ അനുഗ്രഹിക്കണം. മോളെ, എന്താ മോളെ ഇത്? മോക്ക് എന്നും എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. എന്നും എൻ്റെ മോക്ക് നല്ലതേ വരും. സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാവൂ. താങ്ക്സ് ചിറ്റപ്പ. അന്ന് ഞാൻ കാണാൻ വന്നപ്പോ നമ്മൾ തമ്മിൽ 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചില്ലേ? മോൾ അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. +1 കഴിഞ്ഞിട്ടല്ലേ മോൾ ലണ്ടനിലേക്കൊക്കെ പോയത്. അതിനു മുമ്പേ ഞാൻ ആൻസിയോട് പോലും പറയാതെ മോളെ കാണാൻ വന്നിട്ടുണ്ട്. എന്നെ വീട്ടിൽ കയറ്റില്ലല്ലോ. സ്കൂൾ വിടുന്ന നേരത്തെ ഞാൻ മാറി എന്ന് മോളെ കാണും. അങ്ങനെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് കണക്കൊന്നുമില്ല മോളെ. അന്നേ എന്റെ മോളാന്ന് പറഞ്ഞപ്പോ നീ തെളിയിക്കണമെന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? സത്യം പറഞ്ഞ അതേ ഇതിനകത്തൊരു പിടപെടപ്പായിരുന്നു. സത്യം പറഞ്ഞ അതിപ്പോഴാ മാറിയത്. നീ നല്ല കുട്ടിയാ. മോഹൻ നല്ലതേ വരൂ. വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. മോള് പൊക്കോ, സന്തോഷമായിട്ട് പൊക്കോ.